സൂറത്തുൽ മസദ് പാരായണം നമുക്ക് പരിശീലിക്കാം. ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കാം. ശേഷം പാരായണം ചെയ്യാം. നിങ്ങളും എൻ്റെ കൂടെ പാരായണം ചെയ്യുക. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഇതിൽ യദാ എന്ന പദത്തിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. യദാ എന്ന പദത്തിലെ അലിഫ് ഹർഫുൽ മദ് ദീർഘാക്ഷരം. അതിനുശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലായി അബീ ലഹബ് എന്നതിലെ ഹംസ വന്നിരിക്കുന്നു. ഇപ്രകാരം ദീർഘാക്ഷരവും ഹംസയും വേർപിരിഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ദീർഘത്തിനാണ് മദ് മുൻഫസിൽ, വേർപിരിഞ്ഞത് എന്നർത്ഥം നൽകുന്ന ഈ നാമം ഇതിന് നൽകപ്പെടുന്നത്. മുൻഫസിലായ ദീർഘം 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ലഹബിൻ എന്ന പദത്തിലെ തൻവീനിനെ ഇദ്ഗാം ബി ഗുന്നഹ് നാഖിസ് നൽകി ശേഷമുള്ള വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. വതബ്ബ് ബാഇന് ഷദ്ദും അതിൽ വഖഫും വരുന്നു. വഖഫിന് വേണ്ടി സുക്കൂൻ വരുന്നു. അപ്പോൾ ഖൽഖലയുടെ ഏറ്റവും കഠിനമായ രൂപം നൽകിക്കൊണ്ട്, ഏറ്റവും പ്രകടമായ അവസ്ഥ, വതബ്ബ് ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ് ബായിന്. ഹുറൂഫുൽ ഖൽഖല ഖുതുബ് ജദ് എന്നീ 5 അക്ഷരങ്ങളാണ്. ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ. ഇവക്ക് സുക്കൂൻ വരുമ്പോൾ ശബ്ദം ചലിപ്പിക്കേണ്ടതാണ്. ഖൽഖല എന്നാൽ ചലിപ്പിക്കൽ എന്നർത്ഥം. ഇവക്കല്ലാതെ മറ്റ് അക്ഷരങ്ങൾക്കൊന്നും ഖൽഖല വരാതെ സൂക്ഷിക്കണം. ഈ അക്ഷരങ്ങൾക്ക് വഖഫ് ചെയ്യുമ്പോൾ കൂടുതൽ ഖൽഖല പ്രകടമാവുന്നതാണ്. ഷദ്ദോടുകൂടി വഖഫ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കഠിനമായ ഖൽഖലയുടെ അവസ്ഥയുമായിരിക്കും. വതബ്ബ് മാ അഗ്ന. ഇവിടെയും മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം വരുന്നു. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അഗ്ന എന്ന് പറയുമ്പോൾ ഗൈനിന് തഫ്ഖീം നൽകിക്കൊണ്ട് പെരുപ്പിച്ചുച്ചരിക്കേണ്ടതാണ്. അൻഹു ഈ പദത്തിൽ സാക്കിന നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. മാലുഹു വമാ കസബ് ബായിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നതിനാൽ ശബ്ദം ചലിപ്പിച്ച് ഖൽഖല നൽകി വ്യക്തമാക്കണം. സയസ്ല സ്വാദിന് തഫ്ഖീം നൽകി വ്യക്തമായി സ്വരഭാരത്തോടെ പെരുപ്പിച്ചുച്ചരിക്കണം. സയസ്ല. നാറൻ റായിനും തഫ്ഖീം വരുന്നു, പെരുപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. നാറൻ ദാത തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കേണ്ടതാണ്. ലഹബ് വഖഫ് ചെയ്യുമ്പോൾ ഖൽഖല നൽകി ബാഇൻ്റെ സുക്കൂൻ വ്യക്തമാക്കി ശബ്ദം ചലിപ്പിക്കണം. ലഹബ്. വംറഅതുഹു വം എന്നതിലെ സാക്കിനായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഹമ്മാലതൽ ഹതബ് ഷദ് നൽകപ്പെട്ട മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മീം മുഷദ്ദദ. അൽ ഹതബ് ബായിൽ ഖൽഖല നൽകി വഖഫ് ചെയ്യുന്നു. ത്വാഇന് തഫ്ഖീം നൽകേണ്ടതാണ്. അൽ ഹതബ് ത്വാഇന് തഫ്ഖീം നൽകി പെരുപ്പിച്ച് ഉച്ചരിക്കണം. ഫീ ജീദിഹ ഹബ്ലും മിൻ മസദ്. ഹബ്ലുൻ എന്ന തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുന്നു. ഇദ്ഗാം ബിഗുന്നഹ് കാമിൽ നൽകുന്നു. മിൻ എന്ന പദത്തിലെ സാക്കിന നൂൻ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്നഹ് കാമിൽ. മിൻ മസദ്. ദാലിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. മസദ്. പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبت يدا
أبي لهب وتب. ما أغنى عنه ماله وما كسب. سيصلى نارا ذات لهب. وامرأته حمالة الحطب. في جيدها حبل من مسد. സൂറത്തുൽ മസദ് പാരായണം